ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും വേർഡ് ടു വേർഡ് ടെലിവിഷൻ്റെ ബൈബിൾ ക്രൗൺ പ്രതിദിന പ്രശ്നോത്തരിയിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നലത്തെ ചോദ്യം, പഴയ നിയമത്തിൽ എത്ര പേർ ഉയർത്തെഴുന്നേറ്റതായി രേഖപ്പെടുത്തിയിരിക്കുന്നു? അത് പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങൾ ഏത്? ഉത്തരം, പഴയ നിയമത്തിൽ 3 പേരാണ് ഉയർത്തെഴുന്നേറ്റതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തി 1 രാജാക്കന്മാർ 17-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏലിയാവാണ് ആ ബാലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. രണ്ടാമതായി പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തിയെ നമുക്ക് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഏലീശ ശൂനേംകാരിയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് ഉയർത്തെഴുന്നേറ്റ വ്യക്തി വ്യത്യസ്തമായ രീതിയിലാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയും. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുവാനായിട്ട് കല്ലറകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശത്രു സൈന്യം അവരെ വളഞ്ഞു. പരിഭ്രാന്തരായിട്ട് അവരെല്ലാവരും ഓടിപ്പോയപ്പോൾ അവർ ഈ മൃതദേഹം ഏലീശ പ്രവാചകൻ്റെ കല്ലറയിലിട്ടു. ഏലീശ പ്രവാചകൻ്റെ കല്ലറയിൽ വീണ മൃതദേഹം പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് അത് വലിയ അത്ഭുതം അവർക്കെല്ലാവർക്കും കാണുവാനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ 3 വ്യത്യസ്തങ്ങളായ ഉയർത്തെഴുന്നേൽപ്പുകളാണ് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഇന്നലത്തെ വിജയി ഇന്നത്തെ ചോദ്യം, കർത്താവിൻ്റെ ആദ്യത്തെ 12 ശിഷ്യന്മാരിൽ ആദ്യമായി രക്തസാക്ഷിയായത് ആരാണ്? ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. കർത്താവിൻ്റെ ആദ്യത്തെ 12 ശിഷ്യന്മാരിൽ ആദ്യമായി രക്തസാക്ഷിയായത് ആരാണ്? ഉത്തരം വേഗത്തിൽ കണ്ടുപിടിക്കൂ, ഞങ്ങളെ അറിയിക്കൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക.